വെൽക്കം ബാക്ക് ടു myclass.com. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാറ്റിക് ആൻഡ് ഫൈനൽ കീവേഡ്സിനെ കുറിച്ചാണ്. ജാവയിലെ സ്റ്റാറ്റിക് ഫൈനൽ എന്ന കീവേഡുകൾ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ വരുന്ന പ്രോപ്പർട്ടി ചേഞ്ചസ്, അതൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. സ്റ്റാറ്റിക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഒരുപാട് തവണ. നമ്മളിപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് നോക്കിയപ്പോഴൊക്കെ നമ്മുടെ വോയിഡ് മെയിനിൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ആണ്. അപ്പോഴേ സ്റ്റാറ്റിക് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ അതിനെ പറ്റി പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. There will be times when you will want to define a class member that will be used independently of any object of that class. നമ്മൾ ഒരു ക്ലാസ്സിൽ കുറച്ച് മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, മേ ബി വേരിയബിൾസ് അല്ലെങ്കിൽ മെത്തേഡ്സ്. അതുണ്ടാവുമ്പോൾ നമ്മൾ അത് ഇനി ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വി വാണ്ട് ടു ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് അല്ലേ. നമ്മളെ മെയിൻ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും, അതിൻ്റെ മെയിൻ മെത്തേഡിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒബ്ജക്റ്റ് ഡോട്ട് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു മെമ്പറിനെ കോൾ ചെയ്യുന്നത് അല്ലേ. Normally, a class member must be accessed only in conjunction with an object of its class. നമ്മൾ ob ഡോട്ട് അല്ലെങ്കിൽ mybox1 ഡോട്ട് എന്ന രീതിയിലാണ് നമ്മൾ ഓരോ വേരിയബിൾ ആണെങ്കിലും ഇനി മെത്തേഡ്സ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ആക്സസ് ചെയ്യുന്നത് ബൈ യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ വിത്ത് ദ കൺജക്ഷൻ വിത്ത് ദ നെയിം ഓഫ് ദ ഒബ്ജക്ട് ദാറ്റ് വി ക്രിയേറ്റഡ്. ഓക്കെ. However, it is possible to create a member that can be used by itself without reference to a specific instance. നമുക്ക് ഒരു മെമ്പറിനെ ഒരു റെഫറൻസും ഇല്ലാതെ ക്രിയേറ്റ് ചെയ്യാനും ആക്സസ് ചെയ്യാനും പറ്റും. എപ്പോൾ? ടു ക്രിയേറ്റ് സച്ച് മെമ്പർ proceed its declaration with the keyword static. നമ്മൾ ആ മെമ്പറിനെ ക്ലാസ്സിൽ ഡിക്ലെയർ ചെയ്യുമ്പം അത് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ മുന്നേ സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മെമ്പറിനെ ഒരു ഒബ്ജക്റ്റിൻ്റെ സഹായമില്ലാതെയും ഒരു ഇൻസ്റ്റൻസിൻ്റെ സഹായം ഇല്ലാതെയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് സ്റ്റാറ്റിക് കീവേഡിൻ്റെ ഒരു യൂസ്. അങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന മെമ്പറിൻ്റെ വർക്കിംഗ് എക്സിക്യൂഷൻ സ്റ്റൈൽ തന്നെ വേറെ ആയിരിക്കും. വെൻ എ മെമ്പർ ഈസ് ഡിക്ലെയർഡ് സ്റ്റാറ്റിക്, ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ബിഫോർ എനി ഒബ്ജക്റ്റ് ഓഫ് ഇറ്റ്സ് ക്ലാസ് ആർ ക്രിയേറ്റഡ്. നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് ഒരു ക്ലാസിൻ്റെ ഉള്ളിൽ മെമ്പറിനെ ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ നമ്മൾ നോർമലി ആ ക്ലാസിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെ. ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കൺസ്ട്രക്ടർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കൺസ്ട്രക്ടർ വർക്ക് ചെയ്യും. അങ്ങനെ എക്സിക്യൂഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അഥവാ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തില്ല, ഒബ്ജക്റ്റിന്റെ സഹായത്തോടെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ആണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു മെമ്പറിനെയാണ് നമ്മൾ ക്ലാസിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ യൂസ് ചെയ്യാൻ പറ്റും, അതിനു വേണ്ടി കോഡ് എഴുതാൻ പറ്റും, എല്ലാം ഒരു എററും ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വെരി ബെസ്റ്റ് ആൻഡ് കോമൺ എക്സാമ്പിൾ ഓഫ് എ സ്റ്റാറ്റിക് മെമ്പർ ഇസ് മെയിൻ. നമ്മൾ എപ്പോഴും പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ആണ്. ഒരു ക്ലാസിന്റെ ഉള്ളിലാണ് അതിന്റെ മെത്തേഡ് എഴുതുന്നതെങ്കിൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ആണ് നമ്മൾ മെയിൻ മെത്തേഡിനെ ഡിക്ലെയർ ചെയ്യുന്നത് അല്ലേ. അതെന്താ വെച്ചാൽ നമുക്ക് ഇനി അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ജാവ റൺ ടൈം സിസ്റ്റം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ആ ഒരു മെയിൻ മെത്തേഡ് ഉള്ള ആ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അറ്റ് എ മൊമെന്റ് നമുക്ക് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് മെയിൻ മെത്തേഡ് സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തേ തീരൂ. ഓക്കെ, അതാണ് മെയിൻ മെത്തേഡ് സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് കാരണം. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ ഒന്നുകൂടെ എളുപ്പമാവും. അതിൻ്റെ മുന്നേ സ്റ്റാറ്റിക്കിൻ്റെ കുറച്ചും കൂടെ പോയിന്റ്സ് പറയാം. ഇൻസ്റ്റൻസ് വേരിയബിൾസ് ഡിക്ലെയർഡ് ആസ് സ്റ്റാറ്റിക്സ് ആർ എസെൻഷ്യലി ഗ്ലോബൽ വേരിയബിൾസ്. നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തത് ആ ഒരു സ്കോപ്പിൽ ഗ്ലോബലി എപ്പോഴും എവിടെ വേണമെങ്കിലും കിട്ടാവുന്ന തരത്തിലായിരിക്കും ആ മെമ്പറിനെ. കാരണം നമുക്ക് ഒബ്ജക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒബ്ജക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ ചുമ്മാ എന്ത് ചെയ്യാൻ പറ്റും? ആ വേരിയബിളിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. When objects of its class are declared, no copy of static variable is made. നമ്മൾ പറഞ്ഞു നമ്മളൊരു ക്ലാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ അതിൻ്റെ കുറച്ച് മെമ്പേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ആ ഒരു ക്ലാസ്സിൻ്റെ ആ ഒരു സ്ട്രക്ചർ എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ
അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, ഒരു വേറൊരു സ്ഥലത്ത് പോയി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ ഇപ്പോൾ നമ്മളൊരു സ്റ്റാറ്റിക് ആയിട്ട് ഇപ്പം നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാവും, പിന്നെ വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു സ്പേസ് കിട്ടും, പിന്നെ മൂന്നാമത്തെ ഒബ്ജക്റ്റ് ആണെങ്കിൽ വേറൊരു സ്പേസ് കിട്ടും. പക്ഷേ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗ്ലോബലി ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അത് ഇപ്പോൾ എസ് ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ആണെങ്കിൽ ആ എസ് ഒന്നേ ഉള്ളൂ, അതിനൊരു ഗ്ലോബൽ സ്കോപ്പ് ആയിരിക്കും, വാല്യൂ ഒക്കെ സെയിം ആയിരിക്കും. ഈ ഒബ്ജക്റ്റിന് ഒരു വാല്യൂ, ഈ ഒബ്ജക്റ്റിന് വേറൊരു എസിന്റെ വാല്യൂ, ഈ ഒബ്ജക്റ്റിന് വേറൊരു എസിന്റെ വാല്യൂ ഉണ്ടാവില്ല. ഓക്കെ, all instance of the class share the same static variable. ഈ സ്റ്റാറ്റിക് വേരിയബിൾ സെപ്പറേറ്റ് ആയിട്ട് അവിടെ കിടക്കുകയാണ്, ഇത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, മെത്തേഡ് declared at static have several restrictions. അപ്പൊ അതിന് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതെന്താന്ന് നോക്കാം. then they can only call other static methods. അത് ആർക്കാണ്? they can call other static methods. വേറെ സ്റ്റാറ്റിക് മെത്തേഡ്സിനെ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. they must only access static data. അത് സ്റ്റാറ്റിക് ഡാറ്റേനെ മാത്രമേ, സ്റ്റാറ്റിക് ആയിട്ട് പിന്നെ ഡിക്ലെയർ ചെയ്തും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റേനെ മാത്രമേ അത് ആക്സസ് ചെയ്യുള്ളൂ. ദേ കനോട്ട് ബി റെഫർ ടു ദിസ് ഓർ സൂപ്പർ ഇൻ എനി വേ. ഒരു ദിസ് ഓർ ദിസ് ഡോട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ സൂപ്പർ, നമ്മൾ സൂപ്പർ കീവേഡ് ഇനി പഠിക്കാൻ പോവാണ്, അങ്ങനെ രീതിയിൽ ഇപ്പോൾ സൂപ്പർ വെച്ചിട്ട് നമുക്ക് പലതിനും എടുക്കാം. അതുപോലെ ദിസ് വെച്ചിട്ട് റെഫറൻസ് വെച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാം. ദിസ് ഡോട്ട് വിഡ്ത്ത് ഈക്വൽ ടു 0 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മുന്നത്തെ വീഡിയോസിൽ നോക്കിയിട്ടുണ്ട്. ആ ദിസും സൂപ്പറും ഒരിക്കലും ഇത് വെച്ചിട്ട് റെഫർ ചെയ്യാൻ പറ്റില്ല, കാരണം സ്റ്റാറ്റിക് വേരിയബിളിന് ഒരു റെഫറൻസിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇഫ് യു നീഡ് ടു ഡു കമ്പ്യൂട്ടേഷൻ ഇൻ ഓർഡർ ടു ഇനീഷ്യലൈസ് യുവർ സ്റ്റാറ്റിക് വേരിയബിൾ, യു ക്യാൻ ഡിക്ലെയർ എ സ്റ്റാറ്റിക് ബ്ലോക്ക് ദാറ്റ് ഗെറ്റ്സ് എക്സിക്യൂട്ടഡ് എക്സാക്ട്ലി വൺസ് വെൻ ദ ക്ലാസ് ഇസ് ഫസ്റ്റ് ലോഡഡ്. നമുക്ക് കുറച്ച് സ്റ്റാറ്റിക് വേരിയബിൾ ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് റെഫറൻസ് കൊടുക്കുക ഒന്നും അല്ല ചെയ്യുന്നത് അല്ലേ, അത് സെപ്പറേറ്റ് ഒരു സ്ഥലത്ത് ഒരു വലിയ ആളായിട്ട് മാറി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റിക് വേരിയബിളിനെ വെച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ വി ക്യാൻ ഡിക്ലെയർ എ സ്റ്റാറ്റിക് ബ്ലോക്ക്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒരു സ്റ്റാറ്റിക് ബ്ലോക്ക് നമ്മൾ ഡിക്ലെയർ ചെയ്യും. എന്നിട്ടാണ് അതിൻ്റെ എക്സിക്യൂഷനൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. അതിൻ്റെ എക്സിക്യൂഷൻ ആദ്യം ആ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ അങ്ങനെ അത് ഇനീഷ്യലൈസ് ചെയ്യും, അങ്ങനെയൊക്കെ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെ ആ ഒരു വേ ഉണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ, കറക്റ്റ് ഒരു എക്സാമ്പിൾ, അതിൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്, നോക്കാം. ക്ലാസ് യു സ്റ്റാറ്റിക്, അത് നമ്മുടെ ക്ലാസിന്റെ പേര് സ്റ്റാറ്റിക് ഇൻഡ് എ ഈക്വൽ ടു 3 സ്റ്റാറ്റിക് ഇൻഡ് ബി. നമ്മൾ രണ്ട് സ്റ്റാറ്റിക് വേരിയബിൾ ആണ് എയും ബിയും. സ്റ്റാറ്റിക് വേരിയബിൾ ആണ്, എക്ക് 3 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തിട്ട് ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബി നമ്മളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ. ഇനി സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോർമൽ മെത്തേഡ് പോലെയാണ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് മാറ്റം എന്നുള്ളത് നമ്മൾ അത് എവിടെയാണോ വിളിക്കുന്നത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കൂ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എക്സ് ജസ്റ്റ് പ്രിന്റ് ചെയ്തു, എ ജസ്റ്റ് പ്രിന്റ് ചെയ്തു, ബി ജസ്റ്റ് പ്രിന്റ് ചെയ്തു ഓൺലി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റാറ്റിക് ബ്ലോക്കിന്റെ കാര്യമില്ല. നമ്മളിപ്പോൾ സ്റ്റാറ്റിക് വേരിയബിൾ ഒക്കെ ഉണ്ടെങ്കിൽ ആ സ്റ്റാറ്റിക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ, അപ്പം നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൺസ്ട്രക്ടറിന്റെ ഉള്ളിൽ എഴുതും അല്ലേ. ഇതിപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആവശ്യമില്ല, സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒബ്ജക്റ്റിന്റെ ഒരു സഹായവും വേണ്ട. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പക്ഷെ നമുക്ക് പുറത്ത് ചില കാര്യങ്ങൾ ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യും വേണമെങ്കിൽ വി ക്യാൻ റൈറ്റ് എ സ്റ്റാറ്റിക് ബ്ലോക്ക്. ഇത് ബോൾഡ് ഇതിൽ വെച്ചിരിക്കുന്നത് സ്റ്റാറ്റിക് ബ്ലോക്കാണ്. അഥവാ നമ്മൾ മെയിൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യും? നമുക്ക് ആ സ്റ്റാറ്റിക് ബ്ലോക്ക് ആദ്യം തന്നെ വർക്കാവും. ഇഫ് ദർ ഈസ് എനി സ്റ്റാറ്റിക് ബ്ലോക്ക് ഇൻ യുവർ പ്രോഗ്രാം ഇറ്റ് വിൽ എക്സിക്യൂട്ട് ഫസ്റ്റ്. ഓക്കെ, ആ ഒരു മെയിൻ്റെ റൺടൈം സിസ്റ്റം ഇവിടുന്ന് അങ്ങ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് അവിടെ വെക്കാം, എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം നമ്മളിവിടെ ഈ ഒരൊറ്റ ക്ലാസ്സിനുള്ളിൽ തന്നെയാണ് കേട്ടോ ഈ മെയിൻ മെത്തേഡ് ഉള്ളത്. അപ്പം എപ്പോഴായാലും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ് മെയിൻ മെത്തേഡ് എന്നാണ്, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. മെയിനിൽ പറഞ്ഞിരിക്കുന്നത് math 42 എന്ന് പറഞ്ഞൊരു വാല്യൂ വിളിക്കാനാണ്. പക്ഷേ നമ്മളുടെ സ്റ്റാറ്റിക് ബ്ലോക്ക് ഉണ്ടോയെന്ന് എപ്പോഴും ആണെങ്കിലും നോക്കും. നമ്മളിപ്പോൾ ഇതുവരെ നമ്മളൊരു പ്രോഗ്രാമിലും സ്റ്റാറ്റിക് ബ്ലോക്ക് കൊടുത്തിട്ടില്ല, ഇവിടെയാണ് നമ്മൾ സ്റ്റാറ്റിക് ബ്ലോക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ സ്റ്റാറ്റിക് ബ്ലോക്ക് ഇവിടെ ഉള്ളത് കാരണം ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന അറ്റ് ദാറ്റ് ഇൻസ്റ്റൻസ് ഈ ബ്ലോക്ക് എന്തായാലും വർക്കാവും. അപ്പം ഇവിടെ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് സ്റ്റാറ്റിക് ബ്ലോക്ക് ഇനീഷ്യലൈസ്ഡ് എന്ന് നമ്മൾ പ്രിന്റ് ചെയ്തു. ഇവിടെ നമ്മൾ ഒരു കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്, ബി ഈക്വൽ ടു A*4.
എയുടെ വാല്യൂ നമ്മൾ 3 ആണ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിക്ക് നമ്മൾ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എ സ്റ്റാർ 4 3 × 4 12 ബിയിലേക്ക് ഇപ്പോഴാണ് സേവ് ആവുന്നത്. ഓക്കെ, കണ്ടോ, നമ്മൾ ബി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, എ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കാരണം എയും ബിയും ഗ്ലോബൽ വാരിയബിൾ ആയിട്ട് എല്ലാവരുടെയും മുകളിൽ എല്ലാവർക്കും വേണമെങ്കിൽ എടുക്കാവുന്ന പാകത്തിന് അവിടെ ഉണ്ട്. ഓക്കെ, ഒരു ഡോട്ട് ഓപ്പറേറ്ററിന്റെ സഹായം ഇല്ലാതെ നമുക്ക് അവരെ ആക്സസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് മാത്രമേ ഈ മെയിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള കോഡ് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ആവുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ മെത്ത് 42 ചുമ്മാ അങ്ങ് വിളിച്ചു. കാരണം ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ്, അതുമല്ല സ്റ്റാറ്റിക്കും ആണ്. അതുകൊണ്ട് പിന്നെ ഒരു ഡോട്ട് ഓപ്പറേറ്ററിൻ്റെയോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ സഹായവും ഇല്ലാതെ നമുക്ക് വിളിക്കാൻ പറ്റും. കാരണം ഈ ഒരു ഒറ്റ ക്ലാസ്സേ ഉള്ളൂ കേട്ടോ ഇവിടെ. അങ്ങനെയും നമുക്ക് എഴുതാട്ടോ. നമ്മൾ എപ്പോഴും ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് സെപ്പറേറ്റ്, മെയിൻ മെത്തേഡിന് വേണ്ടിയിട്ട് വേറൊരു ക്ലാസ്സുമാണ്. അങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇവിടെ മെത്ത് 42 എന്ന് വിളിക്കുമ്പോൾ 42 ഇവിടെ വരും. ഇവിടെ 42 പ്രിന്റ് ചെയ്യുന്നു, എ പ്രിന്റ് ചെയ്യുന്നു, ബി പ്രിന്റ് ചെയ്യുന്നു. 42 എക്സ് പ്രിന്റ് ചെയ്തു. 42 എയുടെ വാല്യൂ 3 ആണ്, ബിയുടെ വാല്യൂ 12 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സ്റ്റാറ്റിക് ബ്ലോക്ക് വർക്ക് ആവുക. അപ്പോൾ ഒരു സ്റ്റാറ്റിക് ബ്ലോക്ക് നമ്മുടെ പ്രോഗ്രാമിംഗ് ഉണ്ടെങ്കിൽ വോയിഡ് മെയിൻ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അതിൽ നമ്മൾ എഴുതിയ ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ആ സ്റ്റാറ്റിക് ബ്ലോക്ക് കയറി വർക്ക് ആവും. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ജസ്റ്റ് ഒരു കാര്യം കൂടെ നോക്കാം. ഇതിൽ വേറൊന്ന്, നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, നമ്മുടെ മെയിൻ മെത്തേഡ് നമ്മുടെ ആ ഒരൊറ്റ ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും വേറെ രീതിയിൽ എന്താ പറയുക, ഇതിനെ പുറത്ത് എഴുതി കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് മെയിൻ മെത്തേഡ് വേറൊരു ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതുമ്പം എങ്ങനെയാണ് ഒരു സ്റ്റാറ്റിക് വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ നോക്കാം. സ്റ്റാറ്റിക് ഡെമോ, വി ഹാവ് 2 സ്റ്റാറ്റിക് വേരിയബിൾ എ ആൻഡ് ബി. എ എത്രയാണ്? 42. ബി എത്രയാണ്? 99. ജസ്റ്റ് സ്റ്റാറ്റിക് വേർഡ് കോൾ മീ എന്നുള്ള ഒരു മെത്തേഡിൽ നമ്മൾ ജസ്റ്റ് എ പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ മെയിൻ മെത്തേഡ് നോർമലി നമ്മൾ ഇതുവരെ കണ്ട എല്ലാ എക്സാമ്പിളിലും എഴുതിയതുപോലെ വേറൊരു ക്ലാസ് സ്റ്റാറ്റിക് ബൈ നെയിം എന്ന ഒരു ക്ലാസിൻ്റെ ഉള്ളിൽ എഴുതി മെയിൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നോക്കൂ, സ്റ്റാറ്റിക് ഡെമോ, ഈ ക്ലാസിൻ്റെ പേര് കണ്ടോ, ഈ ക്ലാസിൻ്റെ പേര് വെച്ചിട്ട് സ്റ്റാറ്റിക് ഡെമോ ഡോട്ട് കോൾ മീ. നേരത്തെ നമ്മൾ ജസ്റ്റ് ഇവിടെ എന്താ ചെയ്തത്, മെത്ത് 42 എന്നാണ് എഴുതിയിരുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ മെത്ത് 40 ആ ഒരു മെത്തേഡ് പേരിലുള്ള ആ മെത്തേഡ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ വേറൊരു ക്ലാസിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് ആ ക്ലാസിൻ്റെ പേര് ഡോട്ട് കോൾ മീ. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട, ദർ ഇസ് നോ റിലേഷൻ വിത്ത് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റുമായിട്ട് ഒരു കണ്ടീഷൻ ഇല്ലാതെയാണ് നമ്മൾ സ്റ്റാറ്റിക് വേരിയബിൾ ഓർ സ്റ്റാറ്റിക് മെമ്പറിനെ നമ്മൾ കോൾ ചെയ്യുന്നതും ആക്സസ് ചെയ്യുന്നതും. അപ്പം സ്റ്റാറ്റിക് ഡെമോ ഇതിൻ്റെ പേരാണ് കേട്ടോ, ഇതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേരല്ല, ക്ലാസിൻ്റെ പേര് മാത്രമാണ്. സ്റ്റാറ്റിക് ഡെമോ ഡോട്ട് കോൾ മീ. സ്റ്റാറ്റിക് ഡെമോ ഡോട്ട് കോൾ മീ എന്ന് പറയുമ്പോൾ ഇത് വർക്ക് ആവും. ഓക്കെ, എന്നിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട്, നമുക്ക് ഇപ്പം ബി ഒരു എന്താണ് സ്റ്റാറ്റിക് വേരിയബിൾ ആണ് അല്ലേ. അപ്പം നോർമലി ഒരു ക്ലാസിൻ്റെ ഉള്ളിൽ സ്റ്റാറ്റിക് വേരിയബിൾ അല്ലെങ്കിൽ നോർമൽ വേരിയബിൾ വേറൊരു ക്ലാസ്സിൽ ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് ഡോട്ട് വെച്ചിട്ട് ചെയ്യണം. ഇവിടെ ഒബ്ജക്റ്റ് ഡോട്ട് വേണ്ട, ജസ്റ്റ് ഒരു ക്ലാസിൻ്റെ പേര് മെൻഷൻ ചെയ്താൽ മതി. കാരണം എന്താണ്, ഇത് വേറെ ക്ലാസ്സിലാണ് കിടക്കുന്നത്. അപ്പം ഈ ബി ഈ ക്ലാസിൻ്റെ ഉള്ളിലാണെന്ന് പറയണമല്ലോ, അല്ലാതെ ഒബ്ജക്റ്റ് ക്രിയേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സ്റ്റാറ്റിക് ഡെമോ ഡോട്ട് ബി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാറ്റിക് വേരിയബിൾ ഇവിടെ കിട്ടും. അപ്പം ഇവിടെ എന്താണ്, എ പ്രിന്റ് ചെയ്യാനാണ് പറയുന്നത്. എ എന്താണ്, നമ്മുടെ എ 42 ആണ്. ഇവിടെ ബി പ്രിന്റ് ചെയ്യാനാണ് പറയുന്നത്. ബി = 99 നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മളൊരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള സ്റ്റാറ്റിക് വേരിയബിൾ ആണ്. വേറൊരു ക്ലാസ്സിനെയാണ് വിളിക്കണമെങ്കിൽ ആ ക്ലാസ്സിൻ്റെ പേര് ഡോട്ട് അതിൻ്റെ പേര് വിളിക്കണം. കാരണം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ സ്റ്റാറ്റിക് വേരിയബിൾ ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് മെയിൻ മെത്തേഡ് എഴുതുന്നുണ്ടെങ്കിൽ നോർമൽ ആ ഒരു വേരിയബിളിനെ നോർമലി വിളിച്ചാൽ മതി, ഡോട്ട് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാറ്റിക് മെമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് അത് ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെയും കഞ്ചക്ഷനോ ഹെൽപ്പോ വേണ്ട, ഒരു ഇൻസ്റ്റൻസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതാണ് സ്റ്റാറ്റിക് വേരിയബിൾ. അപ്പം അങ്ങനെയുള്ള സ്റ്റാറ്റിക് മെമ്പർ അങ്ങനെയുള്ള മെമ്പേഴ്സിനെ നമ്മൾ ഏതൊക്കെ ക്ലാസ്സിൽ കൊടുക്കേണ്ടി വരുമോ അവിടെയാണ് ഈ സ്റ്റാറ്റിക് എന്ന കീവേഡ് അത് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് മുന്നേ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഫൈനൽ എന്നൊരു ചെറിയൊരു ഇതുണ്ടാവും, നമ്മൾ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കംപ്ലീറ്റ് റെഫറൻസിൻ്റെ ബുക്കിൽ ഇതിൻ്റെ താഴെയായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ തന്നെ അത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ ചെറിയ മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്.
എ വേരിയബിൾ ക്യാൻ ബി ഡിക്ലെയർഡ് ആസ് ഫൈനൽ എന്നുള്ള രീതിയിൽ. ഡൂയിങ് സോ പ്രിവെന്റ് ഇറ്റ് കണ്ടന്റ് ഫ്രം ബീങ് മോഡിഫൈഡ്. നമ്മൾ ഫൈനൽ ആക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഡിക്ലറേഷൻ്റെ സമയത്ത് ഫൈനൽ ആക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ പിന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ യൂസ് ഇറ്റ് ആസ് എ കോൺസ്റ്റന്റ് പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ പോരെന്ന് ചോദിക്കും. പക്ഷേ ചില സമയത്ത് നമുക്ക് ഫൈനലായിട്ട് ആ രീതിയിൽ തന്നെ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ പ്രോഗ്രാമിന് ബെസ്റ്റ് വേ. ദിസ് മീൻസ് ദാറ്റ് യു മസ്റ്റ് ഇനീഷ്യലൈസ് എ ഫൈനൽ വേരിയബിൾ വെൻ ഇറ്റ് ഈസ് ഡിക്ലെയർഡ്. നമ്മളത് ഫൈനൽ വേരിയബിൾ ചെയ്യുമ്പോൾ തന്നെ അതിനെ ഇനീഷ്യലൈസ് ചെയ്യും. അതിൻ്റെ ഏതാണ് അതിൻ്റെ വാല്യൂ അത് കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഫൈനൽ ഇൻറ്റ് ഫയൽ ന്യൂ ഫയൽ ഓപ്പൺ. ഇതിപ്പോൾ നമ്മൾ ഫയൽ റിലേറ്റഡ് എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ തുടക്കത്തിൽ തന്നെ അത് കൊടുക്കുക. അപ്പോൾ ഈ വാല്യൂവിനനുസരിച്ച് നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യണോ, സേവ് ചെയ്യണോ, സേവ് ആസ് ചെയ്യണോ, അതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രോഗ്രാമിൻ്റെ ഒരു എക്സാമ്പിളാണത്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് അല്ലേ. അതൊരു അപ്പർ കേസ് ലെറ്റേഴ്സിൽ, അതൊരു കൺവെൻഷണൽ വേ ആണ്. അങ്ങനെയാണ് എപ്പോഴും നമ്മൾ എഴുതുക. നമ്മൾ അങ്ങനെ ഗ്ലോബലായിട്ട് മുകളിൽ ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫൈനൽ വേരിയബിൾസ് ഒക്കെ എപ്പോഴും ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതുക. ഇപ്പോൾ ഫയൽ ന്യൂ 1 ആണ്, ഫയൽ ഓപ്പൺ 2 ആണ്, ഫയൽ സേവ് 3 ആണ്, ഫയൽ സേവ് ആസ് 4 ആണ്, ഫയൽ ക്വിറ്റ് 5 ആണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഫൈനലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എന്താ പറയുക, വേരിയബിൾസ് ഡിക്ലെയർഡ് ആസ് ഫൈനൽ ഡു നോട്ട് ഒക്യുപ്പൈ മെമ്മറി ഓൺ എ പെർ ഇൻസ്റ്റൻസ് ബേസിസ്. ഓരോ ഇൻസ്റ്റൻസിൻ്റെ സമയത്തും ഓരോ മെമ്മറീനെ എന്ത് ചെയ്യില്ല, അങ്ങനെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ആ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ വീണ്ടും എന്താണ് അതിനിങ്ങനെ മെമ്മറി കൊടുത്തുകൊണ്ടിരിക്കില്ല. ഇത് അവിടെ സെപ്പറേറ്റ് അവിടെ കിടന്നോളൂ ഫൈനലായിട്ട് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട്. എന്നാലും കോൺസ്റ്റൻ്റ് അല്ലാനും, പക്ഷെ കോൺസ്റ്റൻ്റ് ആയിട്ട് അത് നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഫൈനൽ വേരിയബിൾസ് എസെൻഷ്യലി കോൺസ്റ്റൻ്റ് എന്ന് പറയാൻ ശരിക്കും നമ്മൾ ചെയ്ത കാര്യം പിന്നെ ഇനീഷ്യലൈസ് ചെയ്ത വാല്യൂ പിന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഒബ്വിയസ്ലി എ കോൺസ്റ്റന്റ് അല്ലേ. എങ്കിലും ഇത് നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഈ ക്ലാസ്സിന് ഫൈനൽ വേരിയബിളിന് വേണ്ടിയിട്ട് ഇങ്ങനെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ സ്റ്റാറ്റിക് ഒക്കെ പറഞ്ഞ മാതിരി സെപ്പറേറ്റ് അവിടെ മാറി നിൽക്കുകയാണ്. സ്റ്റാറ്റിക് വേരിയബിളിന് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇതപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. താങ്ക് യു.